അപ്പൊ ഗൈസ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ പോകാൻ സാധാരണ ആൾക്കാർ ട്രിപ്പ് പോണവരെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. സൂചിത്തം പോകണോ ഓനക്ക് വിശ്വാസം വരുന്നില്ല. ഓന്റെ ചെറിയ വികാലാന്റിക്ക് പോകണെന്ന് മൂട്ടിലോട്ടി ബബിൾക്ക് മാറി ചങ്ങായി എങ്ങനെ പിന്നാലെ നടക്കും. ഇതിപ്പോ ഞാനാണോ പോണത് ഓനാണോ പോണതെന്ന് ആർക്കും മനസ്സിലാവും. പിന്നെ ഓനെ പറ്റിച്ചുകൊണ്ട് നമ്മളെ ഹോമിയോ എല്ലാ പ്രാവശ്യം കരുതി വെച്ചുകൊണ്ട് ഇപ്രാവശ്യം ചേഞ്ച് ആയിക്കോട്ടെ. ഓനോട് പ്രശ്നം എന്താ വെച്ചപ്പോ പഞ്ചായത്തെ എല്ലാവരും പ്രശ്നം ഓന്റെ ഊരുവേദന കാലുവേദന പല്ലുവേദന തലവേദന അങ്ങനെ തുടങ്ങിയ എല്ലാ വേദന ഉള്ളിൽ കയറി വീഡിയോ എടുത്ത് ചിലപ്പോൾ പല്ലാണ് പോകും. കാരണം അവിടെ ലേഡി ഡോക്ടറാണ്. അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഒത്തും പറഞ്ഞപ്പോ 2 പാരസെറ്റമോൾ എഴുതി കൊടുത്തു. ചെക്കന് ചുണ്ടിന്റെ അടിയൊക്കെ കുറച്ച് പൊടി കൊടുത്തിക്കണം. ഓനാണെങ്കിൽ അടുത്ത് തൊള്ളിക്ക് കൂട്ടിക്കണേ വന്ന് ഹോമിയോയിൽ ഇപ്പൊ ഫുള്ള് ഡീലിംഗ് പൊടി മൊത്തം കയറ്റിയില്ല റിയാക്ഷൻ ആണ്. ഇപ്പൊ ഡോക്ടറോട് നമ്മൾ മറ്റന്നാളെ വരാന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പെരിക്ക് എത്തിയപ്പോഴാണ് നമ്മളെ ചെക്കൻ വിളിച്ചത്. ചെക്കന്റെ നോട്ടൊക്കെ കണ്ട ഏത് പെണ്ണുങ്ങളെ വെക്കുക ആരറിയാതെ കേസ് കഴിച്ചിട്ടാണ് ചന്തി വന്നിട്ട് ചില പ്രത്യേക സീനുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ട്. അങ്ങനെ അവിടുന്ന് എന്നെ അടിച്ച് നമ്മളെ നേരെ പോയത് ഓന്റെ വണ്ടിക്ക് ലൈറ്റ് ഒക്കെ ആ വണ്ടിക്ക് 90 കൂടി ഒരു കുറവുള്ളൂ. ഓനെ ഏതോ കാട്ടുമുക്കുന്ന ഒരു ലൈറ്റിന്റെ ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് മൊത്തം ഇടയ്ക്ക് ഞങ്ങൾ തപ്പാണ്. ഇതാണ് നമ്മൾ ഇറ്റോസേ 2 ദിവസം റോട്ടുമിലാണെങ്കിൽ 4 ദിവസം വർക്ക്ഷോപ്പിലേക്ക് അല്ലാണ്ട് നഴ്സറി തന്നെ ടീച്ചർ വിളിച്ചത്. പിന്നെ ഏതോ കുട്ടിനോട് ഇഷ്ടമാണ് പറഞ്ഞത്. ആ കുട്ടിയാണ് ഈ ടീച്ചറിനോട് ഇന്നെ അത് ഒപ്പിച്ച് കാട്ടാൻ വന്നു പറഞ്ഞു. കുട്ടി ഇപ്പാന്ന് പറഞ്ഞ് വലിയ അതിന്റെ അടുത്ത് പഴയകാല ഓർമ്മകൾ വീണ്ടെടുക്കാനായിട്ട് നമ്മള് 2 ഓക്കെയും വാങ്ങിക്കണ്. ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. ഓക്കെ എന്ന് അവിടെ ഇരിക്കണേ മരുഭാവാ. അതുകൊണ്ട് തന്നെ ആ ഈസി കിട്ടി നമ്മളെ നേരെ പള്ളി കയറി. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ.